എല്ലാവർക്കും 1 2 3 ബൂമറാങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഒരു പപ്പായ ഷേക്ക് അടിച്ചാലോ. പപ്പായ ഷേക്ക് അടിക്കാം, കുടിക്കാമല്ലേ. നമ്മൾ ആദ്യം പപ്പായ എടുക്കട്ടെ. നമ്മൾ വീട്ടിലത്തെ പപ്പായ പൂട്ട് ഫ്രിഡ്ജ്. നമ്മൾ ഷേക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ പപ്പായ എല്ലാം എടുത്തൊരു പപ്പായ നേരെ കട്ടിങ്ങിലോട്ട് ഇറങ്ങാം. ഓക്കെ, പപ്പായ പ്രൊഫഷണൽ കട്ടിങ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോക്കാം അല്ലേ. പ്രൊഫഷണൽ പപ്പായ കട്ടിങ് എന്നല്ല, ഒരു ജസ്റ്റ് കട്ടിങ്. അപ്പോൾ നമുക്ക് ഇത് ഷേക്ക് അടിക്കാമല്ലോ. ഇത് ഇവിടുത്തെ പപ്പായ ഇതിനെ കത്തിരിക്കണ്ടെന്ന് നമ്മളാദ്യം പീൽ ചെയ്യാം. വാവ്, നല്ല പീലിംഗ് ആണേ. ഇത് അടിപൊളി പീലാണ്. ഇതിങ്ങനെ അങ്ങ് പീൽ ചെയ്ത് കൊതിയാവുന്നുണ്ടോ. നമ്മളിത് ഷേക്ക് അടിക്കാം. അതിന്റെ മുഖം അങ്ങ് ഇത് ഇതിന്റെ മുഖം മുറിച്ചല്ലേ കേട്ടോ. പിന്നെ ഇതെന്താ, അതെല്ലാം കച്ചറ. ഇനി ഇതെല്ലാം വേഗം പീൽ ചെയ്ത് ഉമ്മ പറഞ്ഞിട്ട് ഇതിന്റെ കുരു കളയരുത്, കുരു എടുത്തു വെക്കണം. ഒരു കൃഷിക്കാരത്തിയുടെ മകളല്ലേ ഞാൻ. അപ്പം ചെടി കണ്ടാൽ കൃഷി ചെയ്യൂ. ചെടി കൃഷിയല്ല, പച്ചക്കറികൾ, പഴങ്ങൾ. എൻ്റെ വീട്ടിന്റെ ചുറ്റും കുറെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. സ്ഥലമുണ്ട്, നമ്മളെ ഒരു സ്ഥലത്തെല്ലാം ഞാൻ കാണിച്ചിരുന്നൊക്കെ. നിങ്ങൾ എന്താണ് ഗൈസ്. അപ്പോൾ ഇത് നല്ലോണം പീൽ ചെയ്ത് നല്ല അടിപൊളിയാക്കി. ഇതാണ് പപ്പായ. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാം കാണാത്ത ആൾക്കാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലൊന്ന് അടിച്ച് പൊളിച്ചാളി. അപ്പോൾ ഒരു പാത്രം എടുത്തോ. നമ്മളിത് പീൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നടുനീർങ്ങനെ നീ എടുത്തണ്ടാ. പാത്രം എടുത്തുണ്ട, ഒരു പാത്രം, ഒരു ഉണ്ട പാത്രം. വാവ്, ഒരു കുരു മുളച്ചിട്ടുണ്ട്. ഇതിൽ രണ്ട് ഭാഗത്തും കുരു മുളച്ചൊക്കെയുണ്ട്. പോസാക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതാ, നിങ്ങൾ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെടി വളർന്നു നിൽക്കുക. കണ്ടാ ഇപ്പുറത്തുണ്ട്. ആ പൈപ്പിൻ്റെ അടുത്ത് വന്നിട്ട് ഉരുണ്ട് വീഴണ്ട. കുരു എന്താടാ അതിൻ്റെ മുഖത്തിപ്പോ കുരു മുളച്ച് ഇതാ. കാണുന്നുണ്ടോ? ഇതാ ഇവിടെയുണ്ട്. ഇതാ ഇവിടെ ഒരു ലീഫ് വരാൻ തുടങ്ങിയേക്ക്. ഐറ്റാ മുളക്കല മുളച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്ക് കുരുവെല്ലാം എടുത്തിട്ട് മാറ്റിയിട്ട് കുരുമ്മക്ക് വേണം നമുക്ക്. അപ്പം ഈ കുരുകളെല്ലാം നമ്മളൊന്ന് പ്ലേറ്റിലാക്കട്ടെ. കുരു മാറ്റി മറ്റേ രണ്ടിൻ്റെ കുരു പ്ലേറ്റിലോട്ട് മാറ്റി. നല്ല അടിപൊളി റെഡ് കർമൂസ കേട്ടോ. ഇതിവിടെ ഉമ്മ ഉണ്ടാക്കിയ കർമൂസ. ഇതിലേക്കാ കൊണ്ടിട്ട് അങ്ങോട്ട് കൃഷി ചെയ്താണ്. അതാണ് ഉമ്മാമ. കൃഷികൾക്ക് ഭയങ്കര സന്തോഷം നമുക്ക്. ഇനി അപ്പൊ ഇതാ ഇതെല്ലാം എടുത്ത് കഴുകി ഇനി നേരെ നമുക്ക് ജ്യൂസ് അടിക്കാം. ഓക്കെ, ഇനി നൈമന്ന് ഇറങ്ങി ഇതും കഴുകിയിട്ടുണ്ട്. ഇനി നമ്മള് നല്ല ക്ലിയർ ഉണ്ടല്ലോ. ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇടുക. പിന്നെ മിക്സിയെല്ലാം വാങ്ങി നല്ല അടിപൊളി. നിങ്ങൾ കാണുന്നുണ്ടോ റെഡ് കർമൂസ? അടിപൊളി. വെച്ചിട്ട് പറഞ്ഞല്ലേ വീഡിയോ കേൾക്കൂ. അടിപൊളി. ഇതിൽ നമ്മളിപ്പോ പാൽ ഒഴിച്ച് കൃഷികളെല്ലാം കണ്ടാൽ മനസ്സിലാവും എത്ര സമയത്തിന് അതെല്ലാം വളരാം. അതാണ് എന്നിട്ട് ഉമ്മ അത് പൗപ്പിക്കും. ഉമ്മ ഇത് തിന്നോന്ന് പറഞ്ഞിട്ട് പോയത്.
ചെലപ്പോ മുറിച്ചിട്ടിട്ട് ഉമ്മ ഉമ്മാമ ഇത് തിന്നോന്നിട്ട് തന്നിട്ട് പോയതാ. പക്ഷെങ്കിൽ നമ്മളിത് നമുക്കിങ്ങനെ തിന്നാനിഷ്ടമാണ്, നമ്മൾ ഇട്ട് പോത്തും. പക്ഷെങ്കിൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ നമ്മളിതൊന്ന് കടിക്കാം. ഓക്കെ, നമുക്കൊന്ന് എന്തെങ്കിലും അടച്ചിട്ട് അപ്പൊ നമ്മളിപ്പോ പാല് കട്ടയായിക്കില്ല, അതുകൊണ്ട് നമ്മള് പാല് തന്നെ ഒഴിക്കാം. പാല് വാങ്ങിയ കവറെല്ലാം കഴുകണം കേട്ടോ. പാലിന്റെ നമ്മളെ നാട്ടിലുള്ള പാലിനെല്ലാം പുളിപ്പാണ് സാധാരണ. അതൊക്കെ മുതല് ഇപ്പൊ പുളിപ്പല്ലേ ഇനി എന്താ പറഞ്ഞ പാലിന് പുളിപ്പാന്നല്ലോ. ഇപ്പത്തെ ഇവിടുത്തെ എന്തപ്പഴത്തിന് നല്ല ജാർ എടുത്തിട്ട് നമ്മൾ പക്ഷെ ഗൾഫത്തെ എന്തപ്പഴത്തിന് നല്ല മധുരമുണ്ട്. ഇനി ഇത് പഞ്ചസാര എല്ലാവർക്കും അറിയാലോ. അറിയാലോ, പക്ഷെ ഇത് കൊറേ ഇട്ടോന്നല്ലേ, ഇത് പറ്റിപ്പിടിച്ച് തീർന്നിക്ക് പഞ്ചസാര, അതുകൊണ്ടാ മൊത്തം ഇട്ട്. ഇനി അല്ലേ? യെസ് നമ്മളിത് സോറി ഇതിലൊരു സാധനം കൂടി ഇടാൻ മറന്നുപോയി. ഐസ് ക്യൂബ്സ്. ഐസ് ക്യൂബ്സ് ഇട്ടാ ഇല്ല, ഈ ഐസ് ക്യൂബ്സ് ഇട്ടാൽ അതിൻ്റെ അടുത്ത് കിട്ടും. ഐസും കട്ട, പപ്പായ, മിൽക്ക്, പിന്നെ എന്നിട്ട് പഞ്ചസാര അതെല്ലാം ഇട്ടിട്ട് വെച്ചിട്ട് നമ്മൾ അടിക്കാം. ഓക്കെ ഓക്കെ, ഇത് പൂട്ടട്ടെ. സ്വിച്ചിട്ടോ ഇട്. നല്ല മതിയാണ്. കിടക്ക് ഇതാണ് ഇതിൻ്റെ ശരിക്കും കളറ്, പപ്പായൻ്റെ കളർ. അപ്പോൾ നമ്മളിത് നേരെ ഒന്ന് പാത്രത്തിലിട്ട് കുറച്ച് വെച്ചിട്ട് ബാക്കി മിൽക്കും കൂടി ഇതിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം കാണാം. ഇതാ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഇത് ഒഴിക്കട്ടെ. കണ്ട കട്ടക്കട്ടെല്ലാം ഉണ്ട്, കട്ടക്കട്ട അടിച്ചിട്ടില്ല. ഇത് മിൽക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യണം. മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കേട്ടോ, മിൽക്ക് കുറച്ച് പ്രോവായിട്ടാണ് ചെയ്തത്. ഇനി വെല്ലേ ഒന്നും കേൾക്കില്ല. അടുക്ക അതിൻ്റെ മേലെ കയറരുത്, അടിക്കരുത്. ഞാനൊന്ന് ഒത്തിരി കൂടി പഞ്ചസാര അരക്കപ്പും കൂടി ഇത്തിരി കൂടി പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അടിക്കുക. നല്ല മതി അയക്കില്ലേ? അടിച്ചോ. പാത്രത്തിലോട്ട് ഞാൻ മാറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി അടിക്കാനില്ല, അതും കൂടി നമ്മൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി അടിക്കണം. ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതില് കുറച്ചാ വേണ്ടു, കാരണം ഓൾറെഡി ഇതിലുണ്ടല്ലോ. നന്നായി ഇത് മിക്സ് ചെയ്യാം. അപ്പൊ ഏകദേശം എല്ലാം ജ്യൂസ് അടിച്ചിട്ടുണ്ട്. നമുക്കത് പിടിക്കണ്ട. വാ, എല്ലാവർക്കും കാണിച്ചെടുക്കും, പിന്നെ ഞാൻ മാത്രം കുടിക്കണമെന്നായിരിക്കും. താത്തി വെക്ക്. നമ്മളെല്ലാവരും ജ്യൂസ് റെഡിയാണ്, കുടിക്കല്ലേ? ടേസ്റ്റ് വെക്കാം. മരിക്കാൻ തോന്നുന്നില്ല, നമുക്ക് മനസ്സ് വരുന്നില്ല. ആ മിൽക്ക് ഒഴിച്ചപ്പോ സൂപ്പർ. കുറച്ചുകൂടി ഞാൻ പറയട്ടെ, എൻ്റെ തീർന്നിക്ക്. അപ്പം എനിക്കൊന്നും കൂടി പറഞ്ഞിട്ട് കുടിക്കണം. രണ്ടാമത്തെ ഒന്നും കൂടി ഒഴിച്ചാ സങ്കടമൊന്നുമില്ല. ഇത് രണ്ടെണ്ണം തീർക്കുന്നുണ്ട്. ഒരു പപ്പായ ഷേക്ക് അടിച്ചപ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടോന്ന് വെച്ചിരിക്കുന്നു.
ഈ പകുതി ഞാൻ എൻ്റെ മൂത്ത മോനിക്ക് കൊടുക്കുന്നതാണ്. എല്ലാം ഇവിടെ നിൽക്കാൻ കഴിയില്ല. അത് മോൻ്റെ പകുതി. അപ്പോൾ നമ്മളിത് കുടിച്ച് തീർത്തിട്ടുണ്ട്. ട്രൈ ചെയ്യുക, കുടിക്കുക, ആഘോഷിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പപ്പായ ഷേക്ക് അടിച്ചു, പപ്പായ നമ്മൾ കുടിച്ചു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ